ഓം ശ്രീ മഹാദേവി നമ. തൃക്കാർത്തിക ദിനത്തിൽ എല്ലാവരും കാർത്തിക ദീപം തെളിയിച്ച് ഭഗവതിയെ പ്രാർത്ഥിക്കുന്നു. ഭഗവതി നമ്മൾക്ക് ശരിയായ അറിവും സമൃദ്ധിയും തരുന്നതാണ്. ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ശരിയായ അറിവ് നമ്മളിലേക്ക് എത്താൻ പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കാർത്തിക ദിനം നമ്മൾക്ക് എല്ലാവർക്കും ആഘോഷിക്കാം. ശ്രീ ലളിതാ സഹസ്രനാമം വ്യാഖ്യാനം തിരുവാലി വള്ളിക്കാട്ട് നാരായണ മേനോൻ. പുനഃസംസ്കരണം പ്രൊഫസർ KV ദേവ്. പബ്ലിഷർ മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ്. ഓം ശ്രീ മഹാദേവി നമ. ദേവിയുടെ 4ാമത്തെ നാമം ചിദഗ്നികുണ്ഠസംഭൂത. ചിത്താകുന്ന അഗ്നികുണ്ഠത്തിൽ നിന്ന് സംഭൂതയായവൾ. സത്ത്, ചിത്ത്, ആനന്ദം, ഇതാണ് ബ്രഹ്മത്തിൻ്റെ സ്വരൂപം. ചിത്ത് അവ്യാകൃതമായ നിഷ്കള ബ്രഹ്മമത്രേ. അതും ജ്ഞാനാഗ്നിയാകുന്നു. ആ ജ്ഞാനമാകുന്ന അഗ്നികുണ്ഠത്തിൽ നിന്നുണ്ടായവളാണ് ദേവി. പ്രാപഞ്ചിക വിഷയങ്ങളെ ദഹിപ്പിക്കുന്നതാണല്ലോ ജ്ഞാനാഗ്നി. നിഷ്കള ബ്രഹ്മം നിർഗുണവും നിഷ്ക്രിയവുമാണ്. ആ ബ്രഹ്മത്തിൻ്റെ സഗുണവും സക്രിയവുമായ രൂപമാണ് ദേവി. ഭണ്ഡാസുരനെ വധിക്കുവാൻ ദേവന്മാർ യാഗകുണ്ഠമൊരുക്കി പരാശക്തി പൂജ ആരംഭിച്ചു. ആ യാഗകുണ്ഠത്തിൽ നിന്ന് പരാശക്തി സമുദ്ഭൂതയായി എന്ന് ശ്രീ ലളിതോപാഖ്യാനം. സാധകന്റെ ഹൃദയവും യാഗകുണ്ഠമത്രേ. അതാണല്ലോ തപം എന്ന് പറയുന്നത്. ആ യാഗകുണ്ഠത്തിൽ തന്നെയാണ് സഹസ്ര സൂര്യപ്രഭയോടെ ദേവി സമുത്തീർണയാകുന്നത്. അങ്ങനെയും ദേവി ചിദഗ്നികുണ്ഠ സംഭൂത തന്നെ. ജ്ഞാനത്തെ അഗ്നിയോട് ഉപമിക്കുന്നതിൻ്റെ താത്പര്യം, അഗ്നിയാണ് ഇരുളകറ്റുന്നത്, അജ്ഞാനമാണ് ഇരുട്ട്. ജ്ഞാനാജ്ഞാനങ്ങൾ വെളിച്ചവും ഇരുട്ടുമാണെന്ന് പ്രസിദ്ധം. അജ്ഞാന തിമിരത്തെ നിർമൂലനം ചെയ്യുന്ന ജ്ഞാനാഗ്നിയുടെ നടുവിൽ ദേവി തേജോമയിയായി പ്രത്യക്ഷപ്പെടുന്നുവെന്നതാണ് ജ്ഞാനികളുടെ അനുഭവം. നിർഗുണവും നിരാകാരവുമായ നിഷ്കള ബ്രഹ്മം എന്തിനാണ് സഗുണവും സാകാരവുമായി തീരുന്നത് എന്ന് ചോദിക്കാം. അതിനുള്ള സമാധാനം അടുത്ത മന്ത്രത്തിൽ നിന്ന് ലഭിക്കുന്നു. ഓം ചിദഗ്നികുണ്ഠ സംഭൂതായൈ നമഃ.